ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭക്ഷണം കഴിക്കണ്ടേ? വാ. എന്താ രണ്ടുപേരും മുറ്റത്ത് തന്നെ നിൽക്കുന്നേ? ഇതാരാ വിഷ്ണുട്ടെ വിളിച്ചോണ്ടിരിക്കുന്നേ? അത് മാർക്കറ്റിൽ നിന്ന് കാശിന്റെ കാര്യത്തിനെ. ഇവനിതെന്താ പറ്റിയേ? അല്ല, അച്ഛനും മോനും തമ്മിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞോണ്ട് നിൽക്കുമായിരുന്നോ? ഞാൻ മുടക്കിയില്ലല്ലോ. ഞാൻ ഇവനോട് ചോദിക്കായിരുന്നു മോളെ, ഇവൻ ഏതെങ്കിലും നാടകത്തിൽ അഭിനയിച്ചൂടെ എന്ന്. ജീവിതത്തിൽ അഭിനയിച്ച് തീർക്കാൻ പറ്റുന്നില്ല, പിന്നല്ലേ നാടകത്തില്, അല്ലേ? എങ്കി വാ, ഭക്ഷണം കഴിക്കാം. അല്ല എടോ, നമുക്കേ പോണ വഴിക്ക് കഴിക്കാം. അത് ആരാ ധൈര്യശാലി എന്നറിയാൻ എനിക്കൊരു സമാധാനമില്ല. ധൈര്യശാലിയോ? ഓ, ഞാനേ ഞങ്ങൾ ഇറങ്ങട്ടെ, അമ്മോട് പറഞ്ഞാൽ മതി. വിഷ്ണുട്ടാ, അത് എടോ തവന്ന് കേറ്, വാ. ഒന്നുമില്ല അച്ഛാ, വാ കേറ്. ഞാൻ പോയിട്ട് വരാം. ഡാ മോനെ, പോയിട്ട് വരാ അച്ഛാ. അച്ഛൻ വിചാരിക്കണ പോലെ ഒന്നുമില്ല. ഏയ് കുഴപ്പമൊന്നുമില്ല അച്ഛാ. അവൻ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അതൊന്ന് ചേഞ്ഞെടുക്കാൻ എന്താ ഒരു വഴി? കാണണമെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് ആളിനെ അങ്ങോട്ട് മനസ്സിലായില്ല. പക്ഷെ എനിക്കറിയാം, അബൂബക്കർ, നസീറിന്റെ ബാപ്പ. അതെ, നസീറിനെ അറിയോ? നിങ്ങൾ രണ്ടുപേരെക്കാൾ കൂടുതൽ എനിക്കറിയാവുന്നത് നിങ്ങളുടെ ശത്രു വിഷ്ണുവിനെയാണ്. നിങ്ങള്? ഞാൻ ഹൈദ്രോസ്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ അബൂബക്കറിന്റെ ശത്രുവും എന്റെ ശത്രുവും ഒരാളാകുമ്പോ നമുക്ക് രണ്ടുപേർക്കും കൂടി ആ പൊതു ശത്രുവിനെ നേരിടാനായാൽ ബലം കൂടും, ഒപ്പം വിജയസാധ്യത കൂടുകയും ചെയ്യും. തീരുമാനം എടുക്കേണ്ടത് അബൂബക്കറാണ്. എന്റെ ലക്ഷ്യം അവന്റെ മരണമാണ്. എന്റെ മകനെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കിയവനെ അതേ നാണയത്തിൽ കൊടുക്കുന്ന തിരിച്ചടി അതേത് രീതിയിലായിരിക്കണമെന്ന ചിന്തയെ ഇപ്പോഴെനിക്കുള്ളൂ. ഏത് രീതിയിൽ ചിന്തിച്ചാലും മരണമെന്ന 3 അക്ഷരത്തിനപ്പുറത്തേക്ക് അവൻ ആയുസ് നീട്ടിക്കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. പറ, ഞാനുണ്ടെന്തിനും. എന്നെ മുറിവേൽപ്പിക്കുമ്പോ അവൻ ചിന്തിച്ചില്ല, പാമ്പിൻ വിഷത്തേക്കാൾ മാരകമാണ് എന്റെ പകയെന്ന്. അതവൻ അറിയണം.